ഇന്നത്തെ ചോദ്യം നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1. സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. 2. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാൻമാരായിരുന്നു. 3. അസംബ്ലിയുടെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ എ ആണ്. 2ഉം 3ആണ് ശരി. നോക്കാം. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാൻമാരായിരുന്നു. അസംബ്ലിയുടെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. അപ്പോൾ ആകെ 22 കമ്മിറ്റിക്കാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപം നൽകിയത്. എത്ര കമ്മിറ്റിയാണ്? 22 കമ്മിറ്റിക്കാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപം നൽകിയത്. ഇവയിൽ 8 എണ്ണമായിരുന്നു പ്രധാനപ്പെട്ട കമ്മിറ്റികൾ. 22 എണ്ണത്തിൽ 8 എണ്ണമായിരുന്നു പ്രധാന കമ്മിറ്റികൾ. മറ്റുള്ളവ മൈനർ അഥവാ സപ്പോർട്ടിംഗ് സ്വഭാവമുള്ള കമ്മിറ്റികളായിരുന്നു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം നൽകിയ കമ്മിറ്റികൾ നമുക്ക് നോക്കാം ഏതെല്ലാമാണ്. 1. യൂണിയൻ പവർ കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ്സ് കമ്മിറ്റി. ഏതെല്ലാണ്? യൂണിയൻ പവർ കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ്സ് കമ്മിറ്റി. ഇതിൽ യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ്സ് കമ്മിറ്റി എന്നിവയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, മൗലികാവകാശങ്ങൾ സംബന്ധിച്ച അഡ്വൈസറി കമ്മിറ്റി എന്നിവയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഇത് ക്ലർക്ക് ഓഗസ്റ്റ് 2024 ചോദിച്ച ചോദ്യമാണ്. ഇത്തരത്തിൽ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ലഭിക്കാൻ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക്